പഞ്ചാസ്യം മഴുമാൻമരാഭയനം പൂഞ്ചായലിൽ ഗംഗയും തഞ്ചും സുന്ദരമൂർത്തിയായി സുതരമായ കാരുണ്യവാരാശിയെ അഞ്ചിക്കുഞ്ചരിശിക്കുമേഗ്രിജയെ തണ്ടങ്ങമേറ്റും തലപ്പുഞ്ചക്ഷേത്രം ഹേസനർഗോരം സത്യം ശിവം സുന്ദരം. വ്യാഴാഴ്ച ദിവസം. പ്രായേണ യതിന വക്ത്രസ്യാൽ പ്രായേണ അനുകൂല ബ്രാഹ്മണകുലസ്യ എന്ന് ഭാഗവതം പറയുന്നു. എന്താണ് ബ്രഹ്മജ്ഞാനം ഉള്ളവൻ? അല്ലാണ്ട് ഈ മൂന്നരയുള്ളതായ പൂണൂലിട്ടതായ ഒരാളെ പറയാൻ പറ്റുമോ? പ്രായേണ അനുകൂലോ ബ്രാഹ്മണ കുലസ്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ എന്നർത്ഥം ജന്മം കൊണ്ടല്ല എന്നർത്ഥം. ജന്മം കൊണ്ടാവാട്ടോ, ജന്മം കൊണ്ടാവണമെന്ന് ഒരുപാട് ഞങ്ങളൊക്കെ അങ്ങനെയാണ്. വ്രതം പുംസവന വ്രതം മുതൽ ശ്രീമന്തം അങ്ങനെ ഓരോന്നോരോന്നായി ഗർഭധാനം മുതൽക്കൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ അന്ന് വ്രതം എടുത്തുകൊണ്ട് ഞങ്ങളെ കൊണ്ടായത്. പിന്നീട് 3 വർഷം ഉപനയനവും കഴിഞ്ഞാണ്. 3 വർഷം ഉപനയനം കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്, ചമതയിടുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അതിൽ പ്രധാനമുണ്ടെന്നർത്ഥം. പുംസവന വ്രതം അങ്ങനെ ഓരോ ലക്ഷ്മി ഭഗവതിക്കും കൂടെ പ്രധാനമാണ് പുംസവന വ്രതത്തിന്. ഏന വിഷ്ണു പ്രസിദ്ധി. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ഭഗവതിയും പ്രിയേധാമേ മഹാമായേ ലോകമാതർ നമോസ്തുതേ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകം ഭാഗവതത്തിൽ പറയുന്നുണ്ട് അവിടെ പുംസവന വ്രതത്തിൽ. പ്രിയേധാമേ മഹാമായേ സാധാരണ വിഷ്ണുവിനെ മാത്രം സൂചിക്കുന്നുള്ളൂ. കാരണം ഹൃദയത്തിൽ ലക്ഷ്മി ഭഗവതി ഇരിക്കുന്നുണ്ട്, ഭൂമിദേവി ഇരിക്കുന്നുണ്ട്, രുക്മിണി ഭഗവതി ഇരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, പുംസവനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയേധായ മഹാമായ ലോകമാതർ നമസ്തേ. അത്രയേറെ പ്രധാനമാണ് പുംസവന വ്രതം. പിന്നീട് അതിനുശേഷം ഓരോരോ ചടങ്ങുകൾ കൊണ്ട് 9ഉം 10ഉം വ്യത്യാസമില്ല എന്ന് പറയും. 9ആം മാസം മുതൽ വിഷ്ണു സഹസ്രനാമം ജപിച്ച് നെയ്യ് ജപിച്ച് കഴിച്ചതിൻ്റെ പ്രത്യേകതകളാണ് ഈ വാക്കുകൾ, സംശയമൊന്നുമില്ല. അതിൻ്റെ ഗുണം തന്നെയാണ് ഈ വാക്കുകൾ. അപ്പം 9ഉം 10ഉം വ്യത്യാസമില്ല എന്ന് മുത്തശ്ശി പറയാറ്. 9ആം മാസം തുടങ്ങുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ച് കൊടുത്തുകൊണ്ടുപോകുമ്പോൾ ആണായാലും പെണ്ണായാലും ഉണ്ടാവുന്നത് സന്താനം ഉണ്ടായിരിക്കണം. ബോധസ്വരൂപത്തോടു കൂടി തന്നെ ദുശീലങ്ങളില്ലാതെ കൊണ്ട് ഈശ്വര ഉപാസകരായിട്ട് തന്നെ കുട്ടികൾ ഉണ്ടാവണം. അതിന് തന്നെയാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പ്രായേണ അനുകൂല ബ്രാഹ്മണകുലസ്യ യതിന വക്ത്രസ്യാത് എന്ന് പറയുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഈ പൂണൂലിട്ടതായ ഭാഗവതം പറയുന്നു വിപ്രത്തെ സൂത്രമേമഹി. വിപ്രത്വം കലികാലത്തെ സൂത്രം മാത്രമായിത്തീരുന്നു എന്നർത്ഥം. സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് മാത്രമായിത്തീരുന്നു. പച്ച മലയാളത്തിലെടുത്താൽ സൂത്രമായിത്തീരുന്നു. ഗായത്രി ജപമില്ല. പൂണൂല് മാറുമ്പോൾ പോലും പൂണൂലിലെ മന്ത്രങ്ങൾ ഇല്ല. 2 നേരം സന്ധ്യാവന്ദന ജപാദികൾ ഇല്ലാണ്ടായി തുടങ്ങിയിരിക്കുന്നു. കലികാലത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ അതിരുഹ്യ ഉത്തമാസനം, അവിടെ മറ്റ് വ്യവസ്ഥകളിലുള്ളവർ ഉത്തമാസനങ്ങൾ, ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ആത്മീയതമായ എല്ലാത്തിടത്തും അവർ ബ്രഹ്മജ്ഞാനികളായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അവർ തന്ത്രിമാരായിത്തീരും, സന്യാസിമാരായിത്തീരും എന്നൊക്കെ ഭാഗവതം തന്നെ പറയുകയാണ്. അപ്പം പ്രത്യേകത ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് തന്നെയാണ് കലികാലത്തിൻ്റെ പ്രത്യേകത. ഇനി ജന്മം കൊണ്ടാവില്ല എന്ന് വെച്ചാൽ ജന്മം കൊണ്ടാവും. എന്നെ പോലെയുള്ളവരൊക്കെ അമ്മയൊക്കെ നേരത്തെ വ്രതം പുംസവനം മുതൽ എല്ലാ ചിട്ടകളോടും കൂടി പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതായ ആഹാര പദാർത്ഥങ്ങളടക്കം നോൺ വെജിറ്റേറിയൻസ് കഴിക്കാത്തതൊക്കെ എല്ലാം ഇന്ന് ദ്വാദശി വ്രതം. ദ്വാദശി ഭരണവിടേണ്ട മലരിട്ട ഇതും കൂടെ എന്താ പിന്നെ വേറെ എന്തെങ്കിലും ഇടാൻ പാടില്ല. മലരിൻ്റെ പ്രത്യേകത ഡൈജഷൻ, ഏറ്റവും കൂടുതൽ ഡൈജഷൻ നടത്തുന്നത് മലരാണ്. ഇത്തിരി ഗ്യാസ് കയറിയെന്ന് വിചാരിക്കാം. തലേദിവസം 8 മണിക്ക് രാത്രി 8 മണിക്ക് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ മലര് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രമടക്കം ക്ലിയർ. മൂത്രത്തിൽ പഴുപ്പെന്നൊരു സംഭവം എന്തുണ്ടാവില്ല, മലരിട്ട വെള്ളം കുടിച്ചാൽ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം രാത്രി വെള്ളത്തിലിട്ട് വെച്ച മലരോടുകൂടി പിഴിഞ്ഞ് വേണമെങ്കിൽ ആ ചണ്ടി കൊച്ചുകുട്ടികളാണ് കഴിക്കാൻ ദഹനത്തിന് പ്രത്യേകതയുള്ളൊരു പിഴിഞ്ഞ് ആ വെള്ളം കഴിച്ചാൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നീട് എന്തുണ്ടാവില്ല, മൂത്രത്തിൽ പഴുപ്പുണ്ടാവില്ല 3 മാസം കൂടുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ശാസ്ത്രീയമായി അപ്പം മന്ത്രപൂരിതമായ ജലത്തോടുകൂടി ദ്വാദശി പാരണയ്ക്ക് മലരിട്ട് നൽകുമ്പോൾ എന്തിനാണ് എൻ്റെ പ്രത്യേകത? അവിടെ മന്ത്രശക്തിയും കൂടെ ആയിത്തീരുന്നു എന്നർത്ഥം. അങ്ങനെ ഇന്ന് പ്രദോഷം കൂടിയാണ് ദ്വാദശി പ്രദോഷം. അപ്പോൾ വൈഷ്ണവ ചൈതന്യമായ എവിടെയും ഉപാസിക്കുമ്പോൾ മഹാവിഷ്ണു തന്നെയാണ് മഹാദേവൻ, മഹാദേവൻ തന്നെയാണ് മഹാവിഷ്ണു. അവിടെ ഈശ്വരന്മാർ തമ്മിൽ ഭേദഭാവങ്ങളില്ല, നമ്മൾ തമ്മിലുള്ള ഭേദഭാവങ്ങളുള്ളൂ. നമ്മൾ തമ്മിലൊരു രാഷ്ട്രീയമായ ഭേദഭാവങ്ങളുള്ളൂ, രാഷ്ട്രീയമായ വ്യത്യാസങ്ങളുള്ളൂ, രാഷ്ട്രീയമായ കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിത്തല്ലുകളുള്ളൂ. നമ്മളിൽ മാത്രമുള്ളൂ. ഈശ്വരന്മാരെല്ലാവരും തുല്യമാണ്. ഒറ്റ സിംഹാസനമുള്ള ലോകത്ത് അതിരുഹ്യ ഉത്തമാസനം. അവിടെ ഉത്തമമായ ഒരു ആസനം എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്നർത്ഥം. ആ സ്ഥാനം ലോകത്ത് ഒരൊറ്റ കസേരയേ ഉള്ളൂ, അത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ ഇരിക്കുന്ന ഒറ്റ കസേരയേ ഉള്ളൂ. അതിനകത്ത് ജാതി മത വർഗ ഭാത വ്യത്യാസങ്ങളോ ഒരു കളറും ഇല്ല എന്നർത്ഥം. നിർഗുണബ്രഹ്മമായ ഭഗവാൻ ഇരിക്കുന്നതായ എവിടെയാണ് ഇരിക്കണേ? കാളപ്പുറത്തായിരിക്കുന്നതല്ലേ, വെള്ള കാളപ്പുറത്തിരിക്കുന്നതായ അവിടെ
വൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല, ഒരു രാഷ്ട്രീയവും ഇല്ല അതിനകത്ത്. വെള്ള കാളപ്പുറത്തിരിക്കുന്നതായ ഒന്ന്. പിന്നീടോ അനന്തശായി ദേവൻ അവതാരമായി. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നറിയാം, എപ്പോഴും കടലിൻ്റെ കാറ്റാണ് അവിടെ. അവിടെ ഇതാ തൻ്റെ ഏട്ടൻ്റെ തന്നെ അവതാരമായ അനന്തശായിയായിട്ട് കിടക്കുന്നു. ദുർഗയാണെങ്കിൽ ദുർഗയ്ക്ക് ഭദ്രകാളിജി വിജയ വൈഷ്ണവി തഥ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എന്താ ഭാഗവതത്തിൻ്റെ ദുർഗയുടെ അവതാരത്തിൽ അവിടെ എന്താ ദുർഗാ ഭഗവതി കയറിയിരിക്കുന്നത് സിംഹാരൂഢാം ത്രിനേത്രാം, സിംഹത്തിൻ്റെ മുകളിൽ. അപ്പോൾ അയ്യപ്പനോ തിരുമേനി സംശയമൊന്നുമില്ല. പുലി എവിടെ? ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രം പുലി. വാചിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയ. ശാസ്താഭവിഷ്യതി കലോ ഭഗവാൻ യുഗാന്ത എന്ന് പറയുന്നുണ്ട്. അവിടെ ശാസിക്കുന്നവൻ തന്നെ അർത്ഥമുള്ളൂ ശാസ്താവ് എന്ന് പറഞ്ഞാൽ. എവിടെ കുഴപ്പമുണ്ടെങ്കിലോ, എവിടെ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമലയിൽ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കിട്ടുവാടി. ശാസ്താഭവിഷ്യതി, ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഇങ്ങനെയൊക്കെ ചിന്മുദ്രയൊക്കെ പിടിച്ച് മറ്റേ കൈ താഴത്തേക്ക് പിടിച്ച് വില്ലും അമ്പുമൊക്കെ ആയിട്ടൊന്നുമല്ല ശാസ്താവ് എന്ന് പറഞ്ഞാൽ. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ തന്നെ അർത്ഥമുള്ളൂ. അതായത് ഏത് രൂപമാവാം, വിഷ്ണു ആവാം, മഹാദേവനാവാം, കൃഷ്ണനാവാം, ദേവിയാവാം, ഞാനാവാം, ഈ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആവാം. അപ്പം ശാസിക്കുന്നിടത്ത് ശാസിച്ചേ മതിയാവൂ എന്നർത്ഥം. അപ്പം അമിതമായ രീതിയിൽ സ്വാതന്ത്ര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പോലും കൊടുക്കുമ്പോഴും നമ്മളുടെ ഇതിലേക്ക് കയറാമെന്നാൽ നമ്മൾ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കണം, വരച്ച വരയിൽ നിർത്തണം. കാരണം ലക്ഷ്മണരേഖ ഒരു പ്രാവശ്യം കടന്നു പോയി കഴിഞ്ഞാൽ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ലക്ഷ്മണരേഖ ഒരു പ്രാവശ്യം കുടുംബത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പിന്നെ നമ്മുടെ തലയിൽ കയറി എന്താണ് പണ്ട് മുത്തശ്ശിമാർ പറയല്ലേ, തോളെ കയറി തലയിൽ തല തിന്നും എന്ന് പറയാറുണ്ട്. അപ്പോൾ നിൽക്കേണ്ടടുത്ത് നിർത്തണം. അതിന് പറ്റിയില്ലെങ്കിൽ കൈവിട്ട് പോകും എന്നർത്ഥം. നമ്മൾ നിൽക്കേണ്ടതിന് നമ്മുടെ ശിഷ്യന്മാരെ ആയാലും നമ്മുടെ ഭാര്യ ആയാലും നമ്മുടെ കുട്ടികളെ ആയാലും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരെ ആയാലും ആരെ ആയാലും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നെ കീഴത്തെ കേശവൻ ചേട്ടൻ പറഞ്ഞ പോലെ പിടി വിട്ടുപോകും, കൈ വിട്ടുപോകും, ആ കയറ് വിട്ടുപോകും, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ കയറാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത്. എന്താ അവിടെ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി മനഃപ്രഗ്രഹമേവച എന്ന് ഗീത പറയുന്നു. മനസ്സ് പ്രഗ്രഹമായിട്ട് പിടിക്കാനായിക്കൊണ്ട് തന്നെയാണ് 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിക്കൊണ്ട് ഭഗവാൻ തേരിലിരിക്കും. ഞാനും ഭഗവാൻ തന്നെയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഞാൻ തന്നെയാണ് ഭഗവാൻ, സംശയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്നെ സമീപിക്കാം, എൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാം. പക്ഷേ അത് അഹങ്കാരത്തിൻ്റെ ഭാഷയിലല്ല, വിലയത്തിൻ്റെ ഭാഷയിൽ. മനഃപ്രഗ്രഹം ഏവച്ച. ആ 5 കുതിരകളെ പിടിക്കാനായിട്ട് 5 ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പിടിക്കാനുണ്ട്. മനസ്സാകുന്ന കയറുകളെ കൊണ്ട് പിടിച്ചു വലിക്കുമ്പോൾ നിർത്തേണ്ട സമയത്ത് നിർത്തിയിരിക്കണം. ആ വരച്ച വരയിൽ നിർത്തിയിരിക്കണം. പിടി വിട്ടുപോയി കഴിഞ്ഞാൽ ഈ കുതിരകൾ കാട് കയറും. പിന്നെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരൻ അല്ലെങ്കിൽ ഒരു തന്ത്രി ഒന്നുമല്ലാതാവും അവിടെ. ഒറ്റ വാക്കുകൊണ്ടോ ഒറ്റ പ്രവൃത്തി കൊണ്ടോ മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് താക്കീത് തന്നെ നൽകണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കുടുംബത്തിലെ എന്തൊക്കെ സാധനങ്ങൾ എപ്പോൾ എന്തൊക്കെ ശരിയാക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ആയിരിക്കണം ഓരോരുത്തരും. ആത്മീയതയും ലൗകികവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ധീരനായിരിക്കണം ഭക്തൻ എന്നർത്ഥം. അല്ലാതെ തല കുനിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് BP എന്ന് പറയാൻ ഭാര്യയ്ക്ക് അടിമയായിക്കൊണ്ട് ഭാര്യയെ എന്തു വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോട്ടെ, എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവവും പാടില്ല എന്നർത്ഥം. ആത്മീയവും ലൗകികമായ രീതിയിൽ വരച്ച വരയിൽ നിർത്താൻ കഴിയുന്ന ധീരൻ ധിയ രമത്തെ ഇതി ധീര. ബുദ്ധിയിൽ രമിക്കുന്നവനാണ് ധീരൻ, ബുദ്ധിയിൽ രമിക്കുന്നതാണ് ഭക്തൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും വ്യാഴാഴ്ച ദിവസം തൊഴുവാനായിക്കൊണ്ട് അതുപോലെ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം നടക്കുന്നതായ ശ്രീരുദ്ര ചമ്പാതാളി കൊണ്ടുള്ളതായ മഹാദേവന് കഴിക്കുന്നതായ ഇളനീര് കൊണ്ടൊക്കെ അഭിഷേകം കഴിക്കുന്നതായ തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൽ തണുക്കട്ടെ തല എല്ലാവരുടെയും അതിശക്തമായ ഊഷരമായ ഭൂമിയെ കുളിരണിയിക്കാൻ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം മഴ പെയ്യട്ടെ, ചൂട് കുറയട്ടെ. മഹാദേവനെ എങ്ങനെയാണോ പ്രകൃതിയും വൈകുന്നേരം സ്വയംഭൂ മഹാദേവനെ അഭിഷേകം കഴിക്കാൻ പ്രാപ്തയാകട്ടെ. അവളും പ്രകൃതി എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. അപ്പോൾ പ്രകൃതി പുരുഷ സംയോഗത്തിലെ എന്തുണ്ടാവുള്ളൂ? സൃഷ്ടി ഉണ്ടാവുള്ളൂ. ആ പ്രകൃതി പുരുഷ സംയോഗത്തിൽ മഴയടക്കമുള്ള ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും നല്ലതായി തീരട്ടെ. ഇന്നത്തെ പ്രദോഷ സന്ധ്യയോടുകൂടി തന്നെ എല്ലാ സൃഷ്ടികളും എന്തായാലും ഭഗവാന്റെ സൃഷ്ടികൾ എല്ലാം നന്നായി തീരട്ടെ. ഒരു പുൽക്കൊടിയാണെങ്കിൽ പോലും ഇന്നത്തെ പ്രദോഷ സന്ധ്യയോടുകൂടി തന്നെ ധാരാളം മഴ പെയ്യട്ടെ, ധാരാളം
വെള്ളമുണ്ടാകട്ടെ, ജലസ്രോതസ്സുകൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംശയമൊന്നുമില്ല, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട് ടീച്ചർമാരോട് നമ്മളെ, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പാഴാക്കാൻ സാധിക്കും. വെള്ളം വീഞ്ഞാക്കിയവരുണ്ട്, വെള്ളം പാലാക്കിയവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ചരിത്രങ്ങൾ ഈശ്വരന്മാരുടെ പാദങ്ങളിൽ വർണ്ണിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പ്രദോഷ സന്ധ്യ നേരുന്നു.